ശ്രീ അരുൺകുമാർ, ഇതിപ്പോ പള്ളി പൊളിക്കാൻ വേണ്ടി യാത്ര നടത്തിയ ആൾക്കും പള്ളി പൊളിച്ച സമയത്തെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഭാരതരത്ന കൊടുത്തു എന്നൊക്കെയുള്ള കേവല വായനയ്ക്കപ്പുറത്ത് ബി.ജെ.പി ഓരോ കാര്യം ചെയ്യുന്നതിനും അവർക്ക് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. അത് ഇങ്ങനെ ഈ പറഞ്ഞ ഭൂതകാലത്തിലെ ഏതെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ വെസ്റ്റേൺ UP നമുക്കറിയാം, കർഷക പ്രക്ഷോഭം രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് നടന്നത്. ജാട്ട് വിഭാഗക്കാരായ കർഷകർ ഇപ്പോഴും സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള വിപ്രതിപത്തി സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക, ഒരു ജാട്ട് നേതാവിനെ, ഒരു കർഷക നേതാവിനെ, ചൗധരി ചരൺ സിംഗിനെ ആ തരത്തിൽ ആദരിക്കുക, അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക, അത് കൃത്യമായ വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. OBC വിഭാഗങ്ങൾ ഇപ്പോൾ ജാതി സർവേ പ്രഖ്യാപിച്ചത് ആരാണ്? ആദ്യമായിട്ട് ജാതി സർവേ സാധ്യത പ്രായമാക്കിയത് നിതീഷ് കുമാറാണ്. OBC പൊളിറ്റിക്സ്, മണ്ഡൽ പൊളിറ്റിക്സ് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒരു ഇടം ബീഹാറാണ്. അവിടെയാണ് കർപ്പൂരി താക്കൂറിന് പുരസ്കാരം കൊടുക്കുകയും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യരെന്ന് അവകാശപ്പെടുന്ന JDU-വിനെ സ്വന്തം മുന്നണിയിലേക്ക് എത്തിച്ചതും. ആന്ധ്ര തെലങ്കാന മേഖലയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് റാവുവിന് ഈ ഭാരതരത്ന കൊടുക്കുന്നത്. ഈ റാവുവിനെ പോലെ ഒരു ആന്ധ്രയുടെ അല്ലെങ്കിൽ ഒരു തെലങ്കാനയുടെ പുത്രനെ കോൺഗ്രസ് ഈ തരത്തിൽ അവഹേളിച്ചു എന്ന ഒരു കൃത്യമായ രാഷ്ട്രീയ സന്ദേശവും ഒരു രാഷ്ട്രീയ വായനയും അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ പള്ളി പൊളിച്ചപ്പോൾ അങ്ങേര് പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പുരസ്കരിച്ചേക്കാമെന്ന് വിചാരിക്കുന്നതൊന്നുമല്ല. എല്ലാം കൃത്യമായ കാൽക്കുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഭാരതരത്ന കൊടുത്ത വർഷവും അത് വാങ്ങിച്ച വ്യക്തികളെയും പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ 2015 അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം മുൻ പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പേ പ്രധാനമന്ത്രിയായിരുന്ന ആളാണല്ലോ ശ്രീ PV നരസിംഹറാവു. ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രിയാവുന്നതിന് 10-15 വർഷം മുമ്പ് പ്രധാനമന്ത്രിയായ ആളല്ലേ ശ്രീ ചരൺ സിംഗ്. അന്ന് പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് പരിഗണിക്കുമ്പോൾ അതിനു മുമ്പേ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ PV നരസിംഹറാവുവിനെയും ചരൺ സിംഗിനെയും ഒന്നും BJP കണ്ടില്ലല്ലോ. ഇപ്പൊ 5-8 വർഷം അതിനും കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് മുൻ പ്രധാനമന്ത്രിമാർ അവർ രാജ്യത്തിന് കുറെ സേവനം ചെയ്തിരുന്നു എന്ന രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് തകർത്തയാൾക്കും തകർക്കാൻ നേതൃത്വം കൊടുത്തയാൾക്കും അത് അനുവദിച്ചയാൾക്കും കൊടുത്തു എന്നത് കേവലം തള്ളിക്കളയേണ്ട കാര്യമല്ല, അതിലും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ 29ഓളം കക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്നു. ആ 29ഓളം കക്ഷികൾ ഒറ്റ മനസ്സോടെ നിന്നാൽ ഭരണ തുടർച്ചയിലേക്ക് വരാൻ കഴിയില്ല എന്ന ബോധ്യം NDAക്കുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും ആ മുന്നണിയെ തകർക്കാനും ആ മുന്നണിയുടെ ഭാഗമായി അണിനിരുന്നവരെ തിരിച്ചു കൊണ്ടുവരാനും ഉള്ള രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോ ജനതാദൾ യുവിന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു, RLDയുടെ കാര്യത്തിലും അവർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് കഴിഞ്ഞ 2-3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും ഇടപെടലുകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പച്ചയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞില്ലേ, BJP ആയി മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഞങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പരസ്യമായി തുറന്നു പറഞ്ഞു. 5ാമത്തെ സമൻസാണ് ED അദ്ദേഹത്തിന് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്ത കാര്യത്തിലും അതുപോലെ ശിവസേനയെ പിളർത്തിയ കാര്യത്തിലും അവിടെ സ്പീക്കറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്യുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്ന കാര്യത്തിൽ, ചിഹ്നത്തിന്റെ കാര്യത്തിലുമെല്ലാം കൃത്യമായിട്ടുള്ള അജണ്ട വച്ചുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതാണ്. അതുപോലെ പച്ചയായിട്ടുള്ള രാഷ്ട്രീയം കളിയാണ് എന്ന് നമുക്കെല്ലാം വ്യക്തമാകുന്നുണ്ട്. പരമോന്നത നീതിപീഠത്തിൽ നിൽക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അതുപോലെ അടുത്ത കാലത്തായി മറ്റു പല കോടതികളിൽ നിന്ന് വരുന്ന കേസുകളിലേക്ക് നയിക്കുന്ന സാഹചര്യമായാലും അതിനുവേണ്ടി ചില ആളുകൾ ഹർജികളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സാഹചര്യം എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഈ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഈ രാഷ്ട്രത്തെ എത്തിക്കുവാൻ, ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഗൗരവത്തോടെ പുറത്തേക്ക് വരുന്ന സാഹചര്യം നാം കാണുകയാണ്. ഇപ്പൊ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് വരുന്ന 2 ആഴ്ചക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കപ്പെടും എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ, തെരഞ്ഞെടുപ്പുകളെ ഇല്ലാത്തൊരു രാഷ്ട്രമാക്കി ഈ രാഷ്ട്രത്തെ മാറ്റണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന പേര് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയും. ഇപ്പൊ തന്നെ ഭാരത് എന്ന രൂപത്തിലേക്കായി മാറി. ഇപ്പൊ ക്രിമിനൽ നിയമങ്ങളെല്ലാം അമെന്റ്മെന്റ് വരുത്തിയപ്പോഴും അത് ഹിന്ദി നാമത്തിലേക്കും സംസ്കൃത നാമത്തിലേക്കും എല്ലാം പോയപ്പോ ഇന്ത്യ പോയില്ലോ, എല്ലാം ഭാരതത്തിലേക്ക് ഒതുങ്ങി. ഇപ്പോ സുപ്രീം കോടതി അവസാനം വിധി പറഞ്ഞ കാശ്മീരിന്റെ കേസിലാണെങ്കിലും
ആർട്ടിക്കിൾ 3 വിരുദ്ധമാണ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി പ്രഖ്യാപിക്കുന്നത്. പൂർണ്ണമായും ആർട്ടിക്കിൾ 3 എതിരാണെങ്കിലും സുപ്രീം കോടതിയിൽ അണ്ടർടേക്ക് ചെയ്തിരിക്കുകയാണ് സോളിസിറ്റർ ജനറൽ. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളയാൻ വേണ്ടി സ്വീകരിച്ച വഴികളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. അത് വളഞ്ഞ വഴിയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും അത് നയപരമായിട്ടുള്ള കാര്യമാണ്, ഇടപെടുന്നില്ല. അപ്പോ എല്ലാ രംഗത്തും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാനും ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ബഹുസ്വരതയെ തകർക്കാനും പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ, പറഞ്ഞില്ലേ മീനാക്ഷിയിലേക്ക് പറഞ്ഞ വാചകമില്ലേ, മിണ്ടാതിരുന്നോളണം അവിടെ, അല്ലെങ്കിൽ ഇഡി വരും എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും ഗവർണർമാരെയും എല്ലാം ശരിക്കും രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് സാമ്പത്തിക ഫെഡറലിസം, സഹകരണ ഫെഡറലിസം തകർത്ത് ഈ രാജ്യത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും എല്ലാം തകർത്ത് ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇനിയും പ്രഖ്യാപനങ്ങൾ വരും, ഇനിയും ഡിക്ലറേഷൻസ് ഒക്കെ പടിപടിയായി വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ വലിയ രൂപത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങളെല്ലാം വീണ്ടും ഭരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും.